ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പ് ഹെയർ ബാൻഡാണ്. നമ്മൾ മിക്കി മൗസിൻ്റെ ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് പോലെ ബൗ കുറച്ച് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലുള്ള ഒരു ഹെയർ ബാൻഡാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ നമ്മുടെ ബൗ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു ലേസാണ് എടുത്തിരിക്കുന്നത്. ബൗ മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് നമ്പർ 2 അതുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണുക. ഇനി നമുക്കിത് മെഷർ ചെയ്തെടുക്കാം എത്രയാണെന്ന്. ഞാനിവിടെ എടുക്കുന്നത് 11 ഇഞ്ചാണ്. ഇനി ഇതുപോലെ ലേസ് ഒരു സൈഡിൽ നിന്നും നമ്മുടെ കറക്റ്റ് സെൻറ്ററിൽ അല്ല, കുറച്ച് മുമ്പോട്ടേക്കായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുൻപോട്ടേക്കായിട്ട് ഇതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ ചെയ്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് നടുവിൽ നിന്നും മുകളിലേക്കും സൈഡിൽ നിന്നും മുകളിലേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും മുകളിലേക്കായിട്ട് നമ്മൾ ബൗ സാധാരണ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ബൗ പോലെ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നൂലുപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബൗ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. അതിനായിട്ട് ഇവിടെ സാറ്റിൻ്റെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഹെയർ ബാൻഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നമ്മുടെ ബൗ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇനി ഗ്ലൂ എടുത്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ എടുത്തിരിക്കുന്നത് B7000 ആണ്. ഇനി ഇതുപോലെ നമ്മുടെ ബൗ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ വെച്ച് കൊടുത്ത പാടൊന്നും B7000 ഒട്ടില്ല. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് വെച്ച് നിൽക്കണം. അപ്പോഴും നമ്മൾ കുറച്ച് നേരം വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ അത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊരു ടൈ കെട്ടി കൊടുക്കണം. അതിനായിട്ട് അതിൻ്റെ പിറക് വശത്ത് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ബാൻഡിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് വീണ്ടും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിഗ് ബൗവിൻ്റെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ഹെയർ ബാൻഡ് കൂടിയാണിത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക.